അവരോട് പ്രത്യേക സ്നേഹം, ഒരു പ്രേമം, ഒരു ഒപ്പുണ്ടാവും. അവരെ ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മോനോട് കസലല്ലേ എന്താ എഴുന്നേറ്റ് കിടന്നത്? രാജാവ് നോക്കുന്ന സമയത്ത് അങ്ങ് അകലെ ഒരു മനുഷ്യൻ ചാട്ടുകണ്ട് എഴുന്നേറ്റ്. ഞാനതിനെ തയ്യാറാ എന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കരകളിങ്ങനെ വീശി നെഞ്ചിങ്ങനെ ഒന്നിപ്പിടിച്ച് രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് അവിടെ നിന്നു. ഞാനതിന് തയ്യാറാ. എടാ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാ ഇത്രയും പറഞ്ഞത്. ആ വന്ന വ്യക്തിന്റെ പേരെന്താ? ഹജ്ജാജ് ബിൻ മുൻദിർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടംപോലെ ആയുധങ്ങളുമായി പടവരുതാൻ കഴിവുള്ള ധീരൻ അദ്ദേഹം. ആ ഹജ്ജാജ് മുൻദിർ വന്ന് നിന്നപ്പോ അഹങ്കാരത്തോടുകൂടെ രാജാവ് ചോദിച്ചു, പറയൂ നിന്റെ ആഗ്രഹം എന്താ? എടോ ഇത്രയും കൂട്ടത്തൊന്നും നീയാണ് ചാടി പുറപ്പെടുന്നത്. നിന്റെ ഡിമാൻഡ് എന്താ? നിനക്ക് എന്താ വേണ്ടത്? എന്റെ ഡിമാൻഡ് ഒരു പീക്കിരിശക്കനായ അടിയുടെ തലടുത്ത് കൊണ്ടുവരാൻ, മുഹമ്മദിന്റെ തലത്ത് കൊണ്ടുവരാൻ. എന്ത് ഡിമാൻഡ്? ഒരേ ഒരു കാര്യം മാത്രം. കുതിരാലയത്തിൽ നിന്ന് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരൻ എനിക്ക് തരപ്പെടുത്തി തരണം. കുതിരാലയത്തിൽ നിന്ന് നല്ല റൈസിംഗ് ഉള്ള നല്ലൊരു വണ്ടി, നല്ലൊരു കുതിര. എന്തിനാ? അതിന്റെ സ്വഭാവം ഈ ചങ്ങായിക്ക് അറിയാം. അവിടെ ചെന്നിട്ട് അഥവാ പിടിക്കപ്പെടുകയാണെങ്കിൽ, പെട്ടെന്ന് സലാമത്താകണമെങ്കിൽ 220 സ്പീഡിൽ പോണ വണ്ടി വേണം. അല്ലാണ്ട് 120 പോണ മാരുതി പോരാന്ന് മൂപ്പര് അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഹജ്ജാജ് പറഞ്ഞ് സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിര വേണം. കുതിരാലയത്തിൽ ഒരു കുതിരയെ തെരഞ്ഞെടുത്തു. വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന കുതിരയെ തെരഞ്ഞെടുത്ത് കുതിരപ്പുറത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഹജ്ജാജിന് മുൻപിൽ എന്ന മനുഷ്യൻ രാജാവിനെ കെട്ടിപ്പിടിച്ചു. എന്തിനാ തിരിച്ചു വന്നാൽ പറഞ്ഞത് കൊടുക്കണ്ടേ? അതിലെല്ലാം ഞാൻ നാട്ടിൽ ആദ്യത്തിൽ അന്വേഷിച്ചത്. തിരിച്ചു വന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞത് കൊടുക്കണ്ടേ? സമയത്ത് കിബറോടുകൂടെ, അഹങ്കാരത്തോടുകൂടെ ഈ രാജാവിന്റെ മുമ്പിൽ നിന്ന് കുതിരപ്പുറത്തേക്ക് രാജാവിന്റെ മുമ്പിൽ നിന്ന് കുതിരപ്പുറത്തേക്ക് കയറിയിരുന്ന് ആ കുതിര മന്ദം പതുക്കെ കുതിരനെ അങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങി. കുതിരനെ ഓടിക്കുക. കുതിരടക്ക് ചാർന്നിട്ട് ഓടിക്കോട്ടെ. കുതിരനെ അങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, പൊടിവെള്ളത്തിൽ അമ്പലത്തിലേക്ക് കുതിര കുളപ്പടിക്കൽ മണൽത്തരികളോട് ചിന്നാരം പറഞ്ഞു ഈത്തപ്പന മരങ്ങളെ വേക്കിലേക്ക് കൊണ്ടിട്ട് ഓടിയ വളരെ കിബറോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 അക്ഷരത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ 3 അക്ഷരം ഏത്? കിബർ ജനങ്ങളുടെ നാശം. ഏതാ? 3 കാര്യത്തിലാണ് നബിയുനാ റസൂലുള്ളാഹി. അതിൽ ഒന്നാണ് കിബർ, ഹസദ്, ഹിർസ്. ഖാല റസൂലുള്ളാഹി. അതിൽ ഒന്ന് കിബറ. എന്താ കിബർ എന്ന് പറഞ്ഞാൽ? ഞാനാരാ? എല്ലാം പറ്റിയവർ ആരും പെടല്ല. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ. എന്റെ വീടാണ് ഏറ്റവും വലിയ വീട്. ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ സാധികൻ. അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്ക് വന്നോ? അതാണ് ഉജ്ജബ് പൊങ്ങിച്ചും, അതാണ് കിബർ. അണുമണി തൂക്കം ഈ പറയപ്പെട്ട സാധനം നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർത്തിട്ടുണ്ടോ? അവർക്ക് സുഖമില്ല, അവർ നരകത്തിലാ. സ്വലാത്ത് ചെല്ലട്ടോ, പിന്നെ റസൂലിന്റെ മാസാണ്. സ്വലാത്ത് ഇൽമിന്റെ വേദിക്ക് ഒരു അലങ്കാര. അതുകൊണ്ട് സ്വലാത്ത് ചെല്ലിക്കോ. ആ സ്വലാത്ത് ചെല്ലാതെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാതെ നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ ആരായിട്ടും കാര്യമില്ല, ഏത് വാപ്പായിട്ടും കാര്യമില്ല. പുന്നാര പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരമൊന്നും വേണ്ട. ഞാൻ വലിയ ആളാ, ഇതിപ്പൊക്കെ റസൂലിനൊന്നും വേണ്ട, അള്ളൊന്നും വേണ്ട, ഒക്കെ ദ്വാ ചെയ്യും വേണ്ട, പള്ളിയും വേണ്ട, മദർസയും വേണ്ട, ഔലിയാക്കന്മാരും വേണ്ട, ആരും വേണ്ട. ഞാൻ തന്നെ ഇവിടുത്തെ ജുമ്മി വേണ്ട. മരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്റ്റാർട്ടിംഗ് ആ ജീവിതത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് അനിവാര്യ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ കിബറിനെ തൊട്ടുള്ള കാത്തിരക്ഷിക്കട്ടെ. കിബർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. കിബറന്മാർക്ക് തന്നെ ഞാൻ കിബർ നടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയില്ല. എങ്ങനെ? അഹങ്കാരം. ചില ആളുകൾ നമ്മൾ അവരെ തൂക്കും. എന്താ ഇവിടെ പറയുന്നത്? ചിലവരെ തൂക്കും, ചിലവര് ജാക്യമ കയറ്റും, ചിലവര് പുളിച്ചമ കയറ്റും. ഏത് ഭാഷ എവിടെയെന്ന് അറിയില്ല. ഏതാങ്കട ഭാഷ ചാതിരത്തോട് 2-3 ഞാൻ
പറഞ്ഞുതരാം. ഒപ്പര് ചാക്കിമക്കേറ്റിയാ കേരള സാരാന്ന് പറയില്ല ചെരുവര് കുടിച്ചുമക്കേറ്റിയ പൊക്കിയാങ്ങോട്ട് പൊങ്ങും എന്നൊക്കെ പറയില്ലേ. ഇത് കിപ്പറന്മാരെ നോക്ക നിങ്ങൾ. ഇവർ ജനമധ്യത്തിൽ വഷളാകും. ലാസ്റ്റ് വഷളാകുകയുള്ളൂ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരു ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞാല്, മോനെ എങ്ങോട്ടാ മൂത്രയിക്കാം. മോനെ നിനക്ക് വേണം മൂത്രയിക്കാൻ? നിനക്ക് വേണം. അവിടുന്ന് മൂത്രയിക്കരുത്. മൂത്രയിക്കാണെങ്കിൽ പോയിക്കോളൂ. വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിപ്പറന്മാരെ പടി മനസ്സിലാകുള്ളൂ. പണ്ടൊരു ഉദാഹരണം പറഞ്ഞ ഞങ്ങളുടെ ഭാഗത്തൊരു സംഭവം. രണ്ട് സുഹൃത്തുക്കൾ, എന്താ പേര്? അബൂബക്കർ മുഹമ്മദ് രണ്ടാണ് പേര്. അതില് ആർക്കാ അബൂബക്കറിന് രോഗാണ്, അസുഖമായി കിടക്കുക. അന്നത്തെ കാലഘട്ടം വളരെ മോശം. ഉസ്താദിന്റെ നാട് ഷൊർണൂരിൽ നിന്ന് 33 കിലോമീറ്റർ തൃശ്ശൂരിലേക്ക്. ആ കാലഘട്ടത്തിൽ ചുരുങ്ങിയത് 2 മണിക്കൂർ വേണം. ഈ 33 മണിക്കൂർ വണ്ടി പോകണമെങ്കിൽ 2 മണിക്കൂർ വേണം. കാരണം എന്താ? അതിന് കാരണമുണ്ട്. റോഡ് ആ സൈസ് റോഡാ, നല്ല റോഡാ. ഒരു ബസ്സൊക്കെ ഓടുകയാണെങ്കിൽ ബസ്സിന്റെ ടയർ ഒരു കൊടിയിലേക്ക് ഇറങ്ങി ആ കൊടിയോട് നന്ദി പറഞ്ഞ് അടുത്ത കല്ലിനോട് സ്വാഗതം പറഞ്ഞിട്ട് അങ്ങനത്തെ റോഡാ ആ കാലഘട്ടത്തിൽ. ഇന്നങ്ങനല്ല. ഇന്നലെ ഭയങ്കര ഹൈവേ അല്ലേ. ഇന്ന് വെറും 40 മിനിറ്റോടെ തൃശ്ശൂർ പിടിക്കാം ഉസ്താദിന്റെ വീട്ടുന്നു. അന്ന് 2 മണിക്കൂർ വേണം. അപ്പൊ നമ്മുടെ അബൂബക്കറിന്റെ രോഗമാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മുഹമ്മദ് സുഹൃത്തായിട്ട് പോയത്. ചുരുക്കി പറയാൻ, അവിടെ ചെന്ന് ഡോക്ടറെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മുഹമ്മദ്. ഇയാളെ മുന്നേ ട്രീറ്റ്മെന്റ് ചെയ്ത വല്ല കടലാസ്, വല്ല ഡോക്ടറെ വല്ല റിപ്പോർട്ടൊക്കെ വല്ല എക്സ്റേ അതല്ലെങ്കിൽ വല്ല ബ്ലഡൊക്കെ പരിശോധിച്ച വല്ല കടലാസ് ഉണ്ടോ? ഉണ്ട് സാറ്. എവിടെ? ശ്രദ്ധിക്കട്ടോ. ഉണ്ട് സാറ്. എവിടെ? വീട്ടില. എവിടെ നിൽക്കത്? പെട്ടെന്ന് കെട്ടണം. ശരി സാർ. അപ്പൊ സാറേ വീട്ടിലേക്ക് പോകാൻ 2 മണിക്കൂർ വേണം. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ 2 മണിക്കൂർ വേണം. മൊത്തത്തിൽ 4 മണിക്കൂർ. പിന്നെ ഇത് അന്വേഷിച്ച് പിടിച്ചെടുക്കണല്ലോ. ചുരുങ്ങിയത് 5 മണിക്കൂറാവും. ഡോക്ടർമാര് തിരക്കുള്ള ആളുകളല്ലേ. ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 5ആവെന്ന് വിചാരിച്ചിട്ട് പാവം നമ്മുടെ മുഹമ്മദ് നാട്ടിലേക്ക് പറന്നു വന്നു. അന്ന് ഞങ്ങളതിൽ പോകുന്നത് ആകെ ഒരു ബസ്സാണ്. ആ ബസ്സിന്റെ പേര് എനിക്ക് ഇന്നും ഓർമ്മയാണ്. കുളക്കാട്ട് കുറിശി. ആകെ ഒരു ബസ്സുള്ളൂ. പിന്നെ വേറെ വാഹനം ഓട്ടോറിക്ഷ ഇറങ്ങാത്ത കാലഘട്ട. അങ്ങനെ പാവം നമ്മുടെ മുഹമ്മദ് എന്ത് ചെയ്തു? ഈ പറയപ്പെട്ട സാധനങ്ങൾ എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. ബസ് വരേണ്ട നേരം ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് എവിടെ എത്തണം? തൃശ്ശൂർ ഹോസ്പിറ്റലിൽ എത്തും വേണം. ഈ സമയത്ത് ഒരു കാറ് വരുന്നു. അംബാസഡർ കൈ കാണിച്ചു നിർത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാളവണ്ടി വരുന്നു. പിന്നെ ഓടല്ലേ നല്ലത്. അതിന് കൈകാണിക്കാൻ പോയില്ല. വളരെ ടെൻഷനോടുകൂടെ ഫിക്കറോടുകൂടെ പാവം നമ്മുടെ മുഹമ്മദ് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പഴയ കാലഘട്ടത്തിൽ ഓത്തുവണ്ടിയിൽ പഠിച്ച അക്ഷരങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ പുള്ളി ഒരു കൈ കൊണ്ട് കയ്യിലേക്ക് ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അങ്ങനെ കുറെ നേരം നിന്നപ്പോഴാണ് ഞാൻ ഈ പറയപ്പെട്ട കൊളക്കാട്ട് കുറിച്ച് ബസ്സിങ്ങനെ ഏറ്റൊക്കെ കയറി വരണ്ടേ. ആജാതി റോഡല്ലേ. പാവം നമ്മുടെ മുഹമ്മദ് നോക്കുന്ന സമയത്തോ ഹൗസ് ഫുള്ളാ ബസ്സിനകത്ത്. ഡ്രൈവറെ സീറ്റുകാളിന്റെ ഡ്രൈവറുണ്ട്. ആകെ ഒരു ബസ്സിലുള്ള തിരക്ക്, നല്ല തിരക്ക്. ബസ്സിന്റെ മുകളിൽ റഹ്മത്തിൽ 2 മോള് കയറി കുത്തിരിക്കുന്നുണ്ട്. ബസ്സിനകത്ത് ഫുള്ളായിട്ട് വറക്കത്ത് 2 ബാക്കിലെ പോണിങ്ങി തൂങ്ങിയിട്ടുണ്ട്. ഇതാണ് ബസ്സിന്റെ അവസ്ഥ. ഈ രംഗം കണ്ടിട്ട് ബസ്സിങ്ങനെ കയറി വരുമ്പോ നമ്മുടെ മുഹമ്മദ് തന്റെ ദയനീയത പ്രകടമാക്കുന്ന രൂപത്തിൽ റോഡിന്റെ സെന്ററിലേക്ക് കയറി കൈ കാണിച്ചു. പ്ലീസ് ഡ്രൈവർ, എനിക്ക് അറിയണം. പ്ലീസ് ഡ്രൈവർ പ്ലീസ് എന്ന് പ്രിയപ്പെട്ടവരെ തന്റെ ദയനീയത പ്രകടമാക്കുന്ന രൂപത്തിൽ ബസ്സിന് കൈ കാണിച്ചു. ബസ് പാവൻ എന്റെ മാതിരി സാധു ഡ്രൈവർ ബ്രേക്ക് ചവിട്ടവേ ബാക്കിലൊന്ന് ബസ്സിലെ കാശ് പിരിക്കുന്ന ആളെ വേറെ നോക്കണേ. കണ്ടക്ടറിന്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു എന്ന് വിളിച്ചറിയിക്കുന്ന രൂപത്തിൽ ആ ബാഗ് വടകര വെച്ചൊരു കണ്ടക്ടർ ബാക്കിലെ ഡോറിന്റെ അവിടെ പിടിക്കാതെ നിൽക്കുന്നുണ്ട്. കയ്യും കെട്ടിയിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചുറ്റുഭാഗത്ത് ആളുകൾ തൂങ്ങി നിൽക്കുകയാണ്. അപ്പൊ കണ്ടക്ടർ ബാക്കിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ആ പാവം നമ്മുടെ മുഹമ്മദ് കൈ കാണിച്ചു. ബസ് ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി നിർത്താറായപ്പോ പെട്ടെന്ന് കണ്ടക്ടർ ബെല്ലം കൊണ്ട് അടിച്ചു കൊടുത്തു. എന്തായാലും അർത്ഥം പോട്ടെ നിർത്തണ്ട അല്ലേ.
ഇവിടെ പിച്ചതാണോ ബെല്ലാണോ? ബെല്ലല്ലേ? ആ, നിങ്ങൾക്കറിയും. പോട്ടെ നിർത്തണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടക്ടറല്ലേ, ചെലിയല്ലേ, ബസ്സിലെ രാജാക്കന്മാര്, പാവം, ചിലപ്പോ ഇവിടെ ഉണ്ടാവട്ടെ, എന്നോടൊന്നും കരുതരുതേ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബസ് ഡ്രൈവർ അങ്ങോട്ട് എടുത്തതോടുകൂടെ മുഹമ്മദ് പെട്ടെന്ന് അങ്ങോട്ട് ചാടി, റോഡിന്റെ സൈഡിലേക്ക് ചാടിക്കൊണ്ട് ഈ ബെല്ലടിച്ച കണ്ടക്ടർ മുഖത്തേക്ക് ദയനീയൊരു നോട്ടം നോക്കി. എന്റെ പറയാ, ആ സമയത്ത് കണ്ടക്ടർ കാണിച്ചെന്താ? എപ്പോഴും നോക്കിക്കോ, കണ്ടക്ടർ കാണിച്ചെന്താ? ദേഷ്യം വന്ന് മുഹമ്മദ് എന്തേ കാണിച്ചെന്നില്ല, അങ്ങനെ അങ്ങോട്ട് കാണിച്ചു. കണ്ടക്ടർ ഇങ്ങനെ കാണിച്ചപ്പോ മുഹമ്മദ് കുറച്ച് ഓവറായി. കണ്ടക്ടർ കൊടുത്ത് ഒരു ബെല്ല്, ആ ബേഗോട് കൂടെ കണ്ടക്ടർ വന്നിട്ട് മുഹമ്മദോട് ചോദിച്ചു, എന്തടോ താനെന്തോട് ഇങ്ങനെ അടിച്ചത്? പിന്നെ നീ എന്താ എന്നോട് ഇങ്ങനെ അടിച്ചത്? ഞാൻ ബസ്സിനകത്ത് സ്ഥലമില്ലാന്ന്, ഞാൻ ജടയുടെ കയറിക്കോളാന്ന്. നീ ദേഷ്യപ്പെട്ട ആവശ്യം? നാണം കെട്ട് വസലായിട്ട് കണ്ടക്ടർ പാവം നമ്മുടെ മുഹമ്മദിന്റെ തോള് പിടിച്ചിട്ട് ബസ്സിൽ കൊണ്ടുപോയി. ബസ്സിലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് കണ്ടിട്ട് വെച്ചാൽ കണ്ടക്ടറാ ജാടത്തരം. അപ്പോഴാണ് ആകെ വസലായി പോയി. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇവന്മാരെവിടെയും വസലാകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു കാത്തിരിച്ചു പറയാവട്ടെ. ആ ഒരു രോഗം ക്യാൻസറാക്കി അള്ളാഹ് നമുക്ക് തരാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ അള്ളാഹു പ്രിയപ്പെട്ടവരെ നമ്മൾ എടുത്തു മാറ്റട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ വളരെ അഹങ്കാരത്തോടെ നമ്മുടെ രാജാവ് ഹജ്ജാജ് മുമ്പ് തന്റെ കുതിരപ്പത്തെ കയറിക്കൊണ്ട് അങ്ങനെ ഓടി പരിശുദ്ധമായ മദീന പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ സുബഹി നിസ്കരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ലോകത്തിനോടാണ് മഹാന്മാരായ സ്വഹാബികൾക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് സായുജ്യമടയുവാൻ എമ്പാടും സ്വഹാബികൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വദനത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വഹാബികൾ ഇരിക്കുന്നത്. ഈ സമയത്ത് ഈ പള്ളി എങ്ങനത്തെ പള്ളിയാ? ഇതുപോലെ വാർപ്പിന്റെ വിത്തുകളെല്ലാം ഈത്തപ്പന പോലെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പള്ളി. എന്റെ പ്രിയപ്പെട്ടവരെ, ആർക്കും എവിടുന്നും കയറാം. 1500 കൊല്ലം മുമ്പുള്ള പള്ളി. ആ പള്ളിയിലേക്ക് ഹജ്ജാജ് മുൻപ് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വന്ന ആള്, റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വന്ന ആള് ആ പള്ളിക്കകത്തേക്ക് കയറി. ആരും അറിഞ്ഞില്ല. സുന്ദരമായിരിക്കുന്ന റസൂലുള്ളാഹിനെ തിളക്കമാർന്ന മദനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സഹാബികൾ നഷ്ടപ്പെടുത്താൻ